ഗാന്ധി സെൻറ്റർ ഫോർ റൂറൽ ഡെവലപ്മെൻറ്റ് യൂട്യൂബ് ചാനലായ സ്വദേശി GCRD ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വദേശി ഉൽപ്പന്ന നിർമ്മാണ പരമ്പരയുടെ സ്വദേശി ടിപ്സ് എന്ന പരമ്പരയുടെ 4ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോയിൽ രുചികരമായ ചായ എങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതിൻ്റെ ശാസ്ത്രീയമായ കാര്യങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ പ്രായോഗികമായ കാര്യങ്ങളും പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ചായ നമുക്ക് 3 രീതിയിൽ ഉണ്ടാക്കാം. അതിലൊന്നാമത്തെ രീതി പാലിലേക്ക് ചായവെള്ളം ചേർക്കുന്ന രീതിയാണ്. രണ്ടാമത്തെ രീതി ചായവെള്ളത്തിലേക്ക് പാല് ചേർക്കുന്ന രീതിയാണ്. മൂന്നാമത്തേത് പാല്, വെള്ളം, പഞ്ചസാര, തേയിലപ്പൊടി എല്ലാം കൂടെ ഒരുമിച്ച് വെച്ച് ചായ ഇടുന്ന രീതിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകാൻ സാധ്യതയുള്ള ചോദ്യം, ഇതിൽ ഏത് രീതിയിൽ ചായ ഇടുന്നതാണ് കൂടുതൽ രുചികരം എന്നുള്ളത്. അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പലപ്പോഴും സംശയിച്ചിരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ രീതി നമ്മുടെ ചായക്കടക്കാരൻ ചായ ഉണ്ടാക്കുന്ന രീതിയാണ്. പാലിലേക്ക് ചായ വെള്ളം ഒഴിക്കുന്ന രീതി. അവിടെ ഒരു പാത്രത്തിൽ, വെള്ളത്തിൽ വെച്ചിരിക്കുന്ന പാത്രത്തിൽ പാല് ചൂടായിക്കൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ പാത്രത്തിൽ അടുപ്പിൽ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നു. ആ രീതിയാണ് ചായക്കടക്കാര് ചായ ഉണ്ടാക്കുന്ന രീതി. രണ്ടാമത്തെ രീതി, പൊതുവായിട്ട് നമ്മുടെ വീടുകളിൽ ചായ ഉണ്ടാക്കുന്ന സമയത്ത് ചായപ്പൊടി ഇട്ട്, പഞ്ചസാര ഇട്ട് വെള്ളം തിളപ്പിക്കുന്നു, അതിലേക്ക് പാലൊഴിക്കുന്നു. ആ രീതിയിൽ ചായ ഉണ്ടാക്കുന്ന രീതിയാണ്. മൂന്നാമത്തെ രീതി പാല്, വെള്ളം, തേയിലപ്പൊടി, പഞ്ചസാര എല്ലാം കൂടെ ഒരുമിച്ച് വെച്ച് ചായ ഉണ്ടാക്കുന്ന രീതിയാണ്. അപ്പോൾ ഇതിൽ ഏതാണ് കൂടുതൽ രുചികരമെന്ന് ചോദിച്ചാൽ യാതൊരു സംശയവും വേണ്ട, മൂന്നാമത്തെ രീതിയാണ് കൂടുതൽ രുചികരമായ ചായ ഉണ്ടാക്കുന്നതിനുള്ള രീതി. അപ്പോൾ അടുത്തൊരു ചോദ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ചായ ഉണ്ടാക്കുന്നതായിട്ട് ബന്ധപ്പെട്ട, പാലുമായിട്ട് ബന്ധപ്പെട്ട ശാസ്ത്രീയമായ കാര്യങ്ങൾ അറിയാവുന്ന ആൾക്കാരാണ് എങ്കിൽ ഉറപ്പായിട്ട് ചോദിച്ചിരിക്കും, പാല് തിളപ്പിക്കാമോ? നമ്മുടെ ബഹുഭൂരിപക്ഷം ആൾക്കാർ യാതൊരു സംശയവും ഇല്ലാതെ പറയും, ഈ പാല് യാതൊരു കാരണവശാലും തിളപ്പിക്കാൻ പാടില്ല എന്ന്. അതിനുള്ള കാരണം, പാല് തിളപ്പിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം നമ്മുടെ കാരണവന്മാർ നമ്മുടെ പഴഞ്ചൊല്ലിക്കൂടി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പാലിന് മാത്രമാണ് തിളപ്പിക്കുക എന്ന പേര് വിളിക്കാതെ കാച്ചുക എന്ന പേര് വിളിക്കുന്നതിന് വേണ്ടി പഠിപ്പിച്ച് നമ്മളെ ബോധപൂർവം പാല് തിളപ്പിക്കാൻ പാടില്ല, പാല് കാച്ചുക ചെയ്യാവൂ എന്നുള്ളൊരു ചിന്താമണ്ഡലത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. കാരണന്മാരുടെ പഴഞ്ചൊല്ല് തന്നെ നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. പാല് തിളപ്പിക്കരുത്, തിളപ്പിച്ചാൽ വെന്തു പോകും, വെന്ത പാലിന് രുചി കുറയും. കാര്യകാരണ സഹിതമാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം അരുത് എന്ന് പറഞ്ഞിരിക്കുന്നു. രണ്ടാമത്തെ അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു, വെന്തു പോകും എന്ന് പറഞ്ഞിരിക്കുന്നു. മൂന്നാമത് അങ്ങനെ സംഭവിച്ചാൽ തിളപ്പിച്ച പാലിന് രുചി കുറയും എന്നും പറഞ്ഞിരിക്കുന്നു. അപ്പോൾ മൂന്നാമത്തെ, നമ്മൾ ചായ ഉണ്ടാക്കുന്നതിന് 3 രീതി ഉണ്ട് എന്ന് പറഞ്ഞു. അതിൽ മൂന്നാമത്തെ രീതി നമ്മൾ സ്വീകരിക്കുന്ന സമയത്ത് പാല്, വെള്ളം, തേയിലപ്പൊടി, പഞ്ചസാര എല്ലാം കൂടെ ഒരുമിച്ച് വെച്ച് നമ്മൾ ചായ ഇടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരിക്കൽ ചൂടാക്കി വെച്ചിരിക്കുന്ന പാല്, ഒരിക്കൽ കാച്ചി വെച്ചിരിക്കുന്ന പാല് നമ്മൾ വീണ്ടും ചായ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരുമിച്ച് വെള്ളത്തോടൊപ്പം ഒരുമിച്ച് ചൂടാക്കുന്നതിന് വേണ്ടി വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം, ആ പാല് തിളയ്ക്കുന്ന ടെമ്പറേച്ചറിലേക്ക് പോയിരിക്കും. അങ്ങനെ തിളയ്ക്കുന്ന ടെമ്പറേച്ചറിലേക്ക് പോയിട്ടുണ്ട് എങ്കിൽ ആ പാല് വെന്തു പോകും. വെന്ത പാലിന് ചായ ഉണ്ടാക്കുന്ന സമയത്ത് ആ ചായക്ക് രുചി കുറയും.
സ്വാഭാവികമായിട്ടും നമുക്ക് പലപ്പോഴും നമ്മളിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, നമ്മുടെ വീട്ടിൽ വിരുന്നുകാർ വരുന്നു, അല്ലെങ്കിൽ ഗസ്റ്റ് വരുന്നു. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അവർക്ക് ഉണ്ടാക്കുന്ന ചായ സ്പെഷ്യൽ ചായയാണ്, രുചികരമായ ചായയാണ്. ഇപ്പോൾ സ്പെഷ്യൽ ചായ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ സാധാരണ ചെയ്യാറുള്ള കാര്യം, സാധാരണ എടുക്കുന്നതിൻ്റെ ഇരട്ടി പാലെടുക്കും. അങ്ങനെ ഇരട്ടി പാലെടുത്ത് നമ്മൾ ചായ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ അവർക്ക് കൊടുക്കുന്നതിന് മുമ്പ് അതിന് മധുരം കൃത്യമാണോ എന്നൊന്ന് രുചിച്ചു നോക്കും. അങ്ങനെ രുചിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് തന്നെ അത്ഭുതം തോന്നും, നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ചായ എല്ലാ ദിവസവും ഉണ്ടാക്കുന്ന ചായയേക്കാൾ മോശമാണ്, രുചിയിൽ കുറവാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് കാര്യമായിട്ടുള്ള ധാരണയില്ല. അവിടെ സംഭവിച്ചത്, നമ്മൾ ഇരട്ടി പാലെടുത്തെങ്കിൽ പോലും ഒരിക്കൽ കാച്ചി വച്ചിരിക്കുന്ന പാല് വീണ്ടും ചായ ഉണ്ടാക്കിയ സമയത്ത് നമ്മൾ പാല്, വെള്ളം, തേയിലപ്പൊടി, പഞ്ചസാര എല്ലാം കൂടെ ഒരുമിച്ച് വെച്ച് ചായ ഇടുന്നതിന് വേണ്ടി ശ്രമിച്ച് അങ്ങനെ ചായ ഉണ്ടാക്കിയത് കൊണ്ടാണ്. ഇപ്പോൾ ഒരിക്കൽ കാച്ചി വെച്ചിരിക്കുന്ന പാല് രണ്ടാമത് ചൂടാക്കിയ അതേ രീതി ചൂടാക്കുന്ന സമയത്ത്, അല്ല ചായ ഉണ്ടാക്കുന്ന സമയത്ത്, തിളയ്ക്കുന്ന സമയത്ത് അത് വെന്തു പോകുന്ന അവസ്ഥയിലേക്ക് പോവുകയും അങ്ങനെ അതിൻ്റെ രുചി കുറയുകയും ചെയ്യും. എന്നാൽ പാല് തിളപ്പിക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവും ഉണ്ടാക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യം തൈരുണ്ടാക്കുന്ന സമയത്താണ്. തൈരുണ്ടാക്കുന്ന സമയത്ത് പാലിനുണ്ടാകുന്ന നേരിയ രുചിക്കുറവൊന്നും തൈരിൻ്റെ രുചിയെ ബാധിക്കില്ല. സ്വാഭാവികമായിട്ടും അവിടുത്തെ പ്രധാനപ്പെട്ട ഉദ്ദേശം, നമുക്ക് ഉണ്ടാക്കാൻ പോകുന്ന തൈര് കട്ടത്തൈരായിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പാലിൻ്റെ അകത്ത് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ ആദ്യമേ തന്നെ പാല് തിളപ്പിച്ച് അതിൻ്റെ അകത്ത് ജലാംശം പറ്റിച്ചതിന് ശേഷം മാത്രമാണ് ഉറയൊഴിക്കുന്നതിന് വേണ്ടി, തൈരുണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അവിടെ പാലിൻ്റെ രുചി, കുറയുന്ന രുചി ഉണ്ടാക്കുന്ന തൈരിനെ ബാധിക്കുന്നില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ശരിയായ രീതിയിൽ ചായ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ ചായ ഉണ്ടാക്കുന്ന സമയത്ത് ഒന്നുകിൽ നമുക്ക് വെള്ളം തിളപ്പിക്കുന്ന വെള്ളത്തിലേക്ക് പഞ്ചസാരയും ചായപ്പൊടിയും ഇട്ട് അത് തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് പാലൊഴിച്ച് അത് പൊങ്ങി വരുന്ന സമയത്ത് വാങ്ങുക എന്നുള്ള രീതിയാണ് സ്വീകരിക്കാവുന്നത്. അതല്ല എങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് വെച്ച് ചൂടാക്കുന്ന സമയത്ത് അത് തിളപ്പിക്കാത്ത പാലായിരിക്കണം. അങ്ങനെ തിളപ്പിക്കാത്ത പാല് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് വെള്ളം, തേയിലപ്പൊടി, പഞ്ചസാര, പാല് എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് വെച്ച് നമുക്ക് ചൂടാക്കാം. അങ്ങനെ ചൂടാക്കുന്ന സമയത്ത് പാല് പൊങ്ങി വരുന്ന സമയത്ത്, എന്നുവെച്ചാൽ പാല് കാച്ചിയ സമയം എന്ന് പറയുന്നത് പൊങ്ങി വരുന്ന സമയം, ആ പൊങ്ങി വരുന്ന സമയത്ത് നമ്മളത് വാങ്ങണം. പൊങ്ങി വരുന്ന സമയത്ത് വാങ്ങുന്നില്ല എങ്കിൽ കുറച്ച് നേരം കൂടി നമ്മൾ ചായപ്പൊടി ഇട്ടിരിക്കുന്നു, ചായപ്പൊടിയുടെ സത്ത് പൂർണ്ണമായിട്ട് ഇറങ്ങുന്നതിന് വേണ്ടി നമ്മൾ തിളപ്പിച്ചുകൊണ്ടിരുന്നാൽ ആ പാലിൻ്റെ ടെമ്പറേച്ചർ, ചായയുടെ ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൻറ്റിഗ്രേഡിലേക്കാവും. 80 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആകുന്ന സമയത്താണ് പാല് പൊങ്ങി വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മിൽക്ക് കുക്കറെല്ലാം 80 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ കൂടുതലാകുന്ന സമയത്ത് വിസിലടിച്ചുകൊണ്ട് അധികമായിട്ട് വരുന്ന ചൂട് പുറത്തേക്ക് തള്ളിക്കൊണ്ടിരിക്കുന്നത്. ആ ശാസ്ത്രീയമായ കാരണം അവിടെ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ 80 ഡിഗ്രി ആകുമ്പോൾ പാല് കാച്ചുന്ന പരുവത്തിലേക്ക് അത് പൊങ്ങി വരും. ആ പൊങ്ങി വരുന്ന പ്രവർത്തനം താന്ന് വെള്ളം തിളയ്ക്കുന്ന പോലെ നിന്ന് തിളയ്ക്കാൻ തുടങ്ങും. അങ്ങനെ തിളയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് അത് 100 ഡിഗ്രി സെൻറ്റിഗ്രേഡിലേക്കായി. 100 ഡിഗ്രി സെൻറ്റിഗ്രേഡിലേക്ക് എത്തിയിട്ടുണ്ട് എങ്കിൽ ആ പാല് വെന്തുപോയി. ആ വെന്ത പാൽ ഉപയോഗിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ചായ
രുചി കുറയും, യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ തന്നെ ഈ വീഡിയോ പരമ്പരയുടെ ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞ സമയത്ത് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഓരോ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുമ്പോഴും അതിന് രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. ഒന്ന്, അതിനകത്ത് ശാസ്ത്രീയമായ കാര്യം, സയൻസിലെ തിയറി. രണ്ടാമത്തേത് നമ്മുടെ പ്രായോഗിക പ്രവർത്തനത്തിലെ പ്രവൃത്തിയിൽ കൂടി നമ്മൾ കണ്ടുപിടിക്കുന്ന ചേരുവയുടെ കൃത്യത. ഇപ്പം സയൻസിലെ തിയറിയും ചേരുവയിലെ കൃത്യതയും രണ്ടും കൂടി ചേരുന്ന സമയത്താണ് ഉൽപ്പന്ന നിർമ്മാണം നമുക്ക് ശരിയായ രീതിയിൽ നടത്തുവാൻ സാധിക്കുന്നത്, അത് പെർഫെക്റ്റ് ആകുന്നത്, അത് രുചികരമാകുന്നത്. ആ കാര്യം തന്നെയാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇവിടെയും ഞാൻ ചായ ഉണ്ടാക്കുന്ന സമയത്ത് ഇവിടെയും ഞാൻ കൊണ്ടുവരുന്നത്. അവിടെ ഒരു ശാസ്ത്രമുണ്ട്, അത് പാല് തിളപ്പിക്കാൻ പാടില്ലെന്നുള്ളതാണ്. അവിടെ ഒരു പ്രവൃത്തിയുണ്ട്, ആ പ്രവൃത്തി നമ്മൾ എത്ര പാലെടുക്കണം, എത്ര വെള്ളം എടുക്കണം, എത്ര ചായപ്പൊടി എടുക്കണം, എത്ര പഞ്ചസാര എടുക്കണം എന്നുള്ള കാര്യമാണ് ആ ചേരുവയുടെ കൃത്യതയും. ഇതെല്ലാം കൂടെ കൃത്യമായിട്ട് വരുന്ന സമയത്ത് നമ്മളുണ്ടാക്കുന്ന ചായ അതീവ രുചികരമായിരിക്കും. ആ ചായ കുടിക്കുന്ന ആൾക്കാർ എല്ലാവരും അത് ഇഷ്ടപ്പെടും. അപ്പം ഈ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. ഞാനിപ്പോൾ തന്നെ ഒന്ന് ചായ ഇട്ട് കാണിക്കുകയും കൂടി ചെയ്യാം. നമ്മൾ ഇപ്പോൾ ചായ ഉണ്ടാക്കുന്നതിൻ്റെ പ്രായോഗികമായ രീതിയിലേക്കൊന്ന് പോകുന്നു. ഞാൻ ഈ പാത്രത്തിൽ 1/2 ഗ്ലാസ് വെള്ളമൊഴിച്ച് അതിലേക്ക് 1 ടീസ്പൂൺ ചായപ്പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും ഇട്ടിരിക്കുന്നു. അത് ചെറുതായിട്ട് തിളയ്ക്കാൻ ആരംഭിച്ചിരിക്കുന്നു. ആ ചെറുതായിട്ട് തിളയ്ക്കാൻ ആരംഭിച്ചിരിക്കുന്ന ചായ വെള്ളത്തിലേക്ക് ഞാൻ 1/2 ഗ്ലാസ് പാലൊഴിക്കുകയാണ്. ഗ്ലാസ് പാലൊഴിച്ച് ഇനി നമ്മളിത് പൊങ്ങി വരുന്ന സമയത്ത് വാങ്ങുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു, രുചികരമായ ചായ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഏറ്റവും ശരിയായിട്ടുള്ള രീതി പാല്, വെള്ളം, തേയിലപ്പൊടി, പഞ്ചസാര എല്ലാം കൂടെ ഒരുമിച്ച് വെച്ച് ചൂടാക്കുന്ന രീതിയാണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരിക്കൽ കാച്ചി വെച്ചിരിക്കുന്ന പാലാണ് എങ്കിൽ ആ പാല് വീണ്ടും ഒന്നുകൂടി ചൂടായി വരുന്നത് കൊണ്ട് അങ്ങനെ ഉണ്ടാക്കുന്ന ചായയുടെ രുചി കുറയുന്നതിനുള്ള സാധ്യതയാണുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ ചായ ഉണ്ടാക്കുമ്പോൾ എല്ലായ്പ്പോഴും ചെയ്യാൻ സാധിക്കുന്നത്, ആദ്യമേ വെള്ളം, തേയിലപ്പൊടി, പഞ്ചസാര എല്ലാം കൂടെ ഒരുമിച്ച് വെച്ച് ആ തിളച്ചുകൊണ്ടിരിക്കുന്ന ചായ വെള്ളത്തിലേക്ക് നമ്മൾ കാച്ചി വെച്ചിരിക്കുന്ന പാല് ഒഴിക്കുകയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇങ്ങനെ ഒഴിച്ചിരിക്കുന്ന പാലും ചായവെള്ളവും രണ്ടും കൂടി ഒരുമിച്ച് പൊങ്ങി വരുന്ന സമയത്ത് നമ്മൾ തീ ഓഫ് ചെയ്യുക. അങ്ങനെ തീ ഓഫ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായി വരുന്ന ചായ നമ്മൾ ഒരു 2-3 പ്രാവശ്യം മാറ്റിക്കഴിഞ്ഞതിന് ശേഷം ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ അത് നല്ല രുചികരമായിട്ടുള്ള ചായയായിട്ട് മാറിക്കോളും. സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യാറുള്ള ഒരു കാര്യം, ചായ ഉണ്ടാക്കുന്ന സമയത്ത് എല്ലായ്പ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, നമ്മൾ ചായ ഉണ്ടാക്കിയിരിക്കുന്ന ചായയുടെ പൊടി ഒന്നും വരാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ അരിപ്പയിൽ അരിക്കും. പലപ്പോഴും അങ്ങനെ അരിക്കുന്ന അരിപ്പയുടെ നിറം കണ്ടിട്ടുണ്ട് എങ്കിൽ ആ ചായ കുടിക്കുന്നതിന് നമുക്ക് തോന്നിയ ചിലപ്പോൾ ഇഷ്ടമുണ്ടാവും. കാരണം അത് ചായയുടെ കറയെല്ലാം കൂടെ പറ്റി ഒരു പ്രത്യേക കളറിലായിരിക്കും. യഥാർത്ഥത്തിൽ ചായ ഉണ്ടാക്കിയതിന് ശേഷം അത് അരിപ്പയിൽ അരിക്കേണ്ട ആവശ്യമില്ല. അതൊരു 2-3 പ്രാവശ്യം മാറ്റിക്കഴിയുമ്പോൾ ചായക്കകത്ത് ഉണ്ടാകുന്ന ചായപ്പൊടി, ആ ചായപ്പൊടി തനിയെ അടിയിലേക്ക് താഴ്ന്നുകൊള്ളും. ആ ഒരു രീതിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. യാതൊരു കാരണവശാലും അരിപ്പയിൽ അരിക്കേണ്ട ആവശ്യമില്ല. 2-3 പ്രാവശ്യം നമ്മൾ ചായ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന സമയത്ത് ആ ചായയിലുള്ള ചായപ്പൊടി പാത്രത്തിൻ്റെ അടിയിലേക്ക് താണുകൊള്ളും. അതുകൊണ്ട് അരിപ്പയിൽ അരിക്കുന്ന ആവശ്യമേ ഇല്ല. നമ്മുടെ ചായപ്പൊടി ഇത് ഇപ്പം തിളച്ചിരിക്കുന്നു. അങ്ങനെ തിളച്ചിരിക്കുന്ന പൊങ്ങി വരാൻ തുടങ്ങിയിരിക്കുന്ന ചായ നമ്മളിപ്പോൾ ഒന്ന് ആറ്റിയെടുക്കുന്നു.
ഞാൻ സൂചിപ്പിച്ചു, നമ്മൾ ചായ ആറ്റിയാൽ മതി, അരിപ്പയിൽ അരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു നിമിഷം നമ്മളൊന്ന് വെച്ചുകൊണ്ടിരിക്കുക. അതിനുശേഷം നമ്മൾ ഗ്ലാസ്സിലേക്ക് നമുക്ക് ഊറ്റാം. അപ്പോൾ അതിൻ്റെ അകത്ത് അല്പം പോലും ചായപ്പൊടി ചായയുടെ മുകളിൽ ഉണ്ടാകില്ല. ഈ രീതിയിലാണ് നമ്മൾ രുചികരമായിട്ടുള്ള ചായ ഉണ്ടാക്കേണ്ടത്. ഞാനിത് ഇപ്പോൾ ഗ്ലാസ്സിലേക്ക് കൂടി ഊറ്റി ഒന്ന് കാണിക്കുന്നു. അരിപ്പ ഉപയോഗിച്ചിട്ടില്ല. ആ ചായപ്പൊടിയുടെ മുകൾ ഭാഗത്ത് അല്പം പോലും ചായപ്പൊടിയില്ല. ചായയുടെ മുകൾ ഭാഗത്ത് അല്പം പോലും ചായപ്പൊടിയില്ല. ഈ രീതിയിൽ നമ്മൾ ചായ ഉണ്ടാക്കണം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന ചായ, ഏറ്റവും രുചികരമുണ്ടാക്കുന്ന ചായ, അത് കുടിക്കുന്നവർ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും. ആ രീതി നമ്മൾ സ്വീകരിക്കുക. അതായിരിക്കും ഏറ്റവും ഉത്തമമായിട്ടുള്ള രീതി. എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.